അസ്സലാമു അലൈക്കും. അലിയ ഇസത്ത് ബെഗോവിച്ചിൻ്റെ ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ അവസാനത്തിൽ ഒരു അനുബന്ധ ലേഖനമുണ്ട്. സബ്മിഷൻ ടു ഗോഡ് എന്നാണ് അതിൻ്റെ പേര്, ദൈവാർപ്പണം. അത് ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: നേച്ചർ ഹാസ് ഡിറ്റർമിനിസം, മാൻ ഹാസ് ഡെസ്റ്റിനി. The acceptance of this destiny is the supreme and final idea of Islam. ഇതിൽ രണ്ട് പദങ്ങളാണല്ലോ പ്രയോഗിച്ചിട്ടുള്ളത്. നേച്ചർ ഹാസ് ഡിറ്റർമിനിസം, പ്രകൃതിക്ക് അതിൻ്റേതായ ഒരു ഡിറ്റർമിനിസം ഉണ്ട്. അതേസമയം മാൻ ഹാസ് ഡെസ്റ്റിനി, മനുഷ്യനുള്ളത് ഡെസ്റ്റിനിയാണ്. ദ ആക്സെപ്റ്റൻസ് ഓഫ് ദിസ് ഡെസ്റ്റിനി, ഈ ഡെസ്റ്റിനിയുടെ സ്വീകാര്യമാണ് ദ സുപ്രീം ആൻഡ് ഫൈനൽ ഐഡിയ ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ പരമവും അന്തിമവുമായിട്ടുള്ള ആശയം. അപ്പോൾ എന്താണ് ഡിറ്റർമിനിസം, എന്താണ് ഡെസ്റ്റിനി? സാമാന്യേന ഈ രണ്ട് വാക്കുകളും വിധി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. അതേസമയം ഈ വാക്യ പ്രയോഗങ്ങളിൽ നിന്ന് തന്നെ രണ്ടുദ്ദേശത്തിലാണ് എന്നത് വ്യക്തമാണല്ലോ. ആ പദങ്ങളൊന്ന് വിശകലനം ചെയ്താൽ സാധാരണ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു സംഗതി, ഡിറ്റർമിനിസം എന്ന് പറഞ്ഞാൽ അതിൽ കീഴൊതുങ്ങൽ മാത്രമേ ഉള്ളൂ. അതിൽ സ്വതന്ത്രമായ ചിന്തയോ ഇച്ഛയോ ഇല്ല. അതേസമയം ഡെസ്റ്റിനി എന്ന പദം സൂചിപ്പിക്കുന്നത് അതിനെയല്ല, അതല്പം വ്യത്യസ്തമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുടെയും കർമ്മങ്ങളുടെയും പര്യവസാനമാണ് ഡെസ്റ്റിനി. നിങ്ങൾ ചിന്തിച്ചതിൻ്റെയും പ്രവർത്തിച്ചതിൻ്റെയും ആകത്തുക. അത് പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലല്ല. അതേസമയം തന്നെ നിങ്ങളുടെ ചിന്തകളുടെയും വാക്കുകളുടെയും പ്രവൃത്തികളുടെയും പര്യവസാനം തന്നെയാണത്. സ്വാഭാവികമായും നിങ്ങളുടെ ഡെസ്റ്റിനിയുടെ ചുമതല നിങ്ങൾക്ക് തന്നെയാണ്. മനുഷ്യൻ അവൻ്റെ ശകുനം അവൻ്റെ പിരടിയിൽ തന്നെ ബന്ധിച്ച അവസ്ഥയിലാണുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ അവൻ്റെ ശകുനത്തെ മറ്റേതെങ്കിലും ഒരു പ്രകൃത്യതീതമായ പ്രതിഭാസത്തിലോ അല്ലെങ്കിൽ നിമിത്തങ്ങളിലോ അടയാളങ്ങളിലോ ഒന്നും അന്വേഷിക്കേണ്ടതില്ല. അത് ബന്ധിച്ചിരിക്കുന്നത് അവൻ്റെ കഴുത്തിൽ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇത് വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. കുല്ല ഇൻസാൻ അൽസംനാഹു ത്വാഇറഹു ഫി ഉനുഖി. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഡെസ്റ്റിനി എന്ന് പറയുമ്പോൾ കർമ്മങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നൊരാശയം അതിൽ വരുന്നുണ്ട്. സ്വാഭാവികമായും കർമ്മങ്ങളുടെ സ്വാതന്ത്ര്യം എന്നതും അതിൽ വ്യക്തമാണ് എന്ന് മനസ്സിലാക്കണം. എന്നാൽ അതേസമയം അത് അനിയന്ത്രിതമായിട്ടുള്ള ഒരു കർമ്മ കാഴ്ചപ്പാടല്ല താനും. നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവാത്ത വശങ്ങളെയും കൂടി ഡെസ്റ്റിനിയെക്കുറിച്ചുള്ള ഇസ്ലാമിക ആശയം ഉൾക്കൊള്ളുന്നുണ്ട്. ഇസത്ത് ബെഗോവിച്ചിൻ്റെ തന്നെ വേറൊരു പുസ്തകമുണ്ട്, ഇസത്ത് ബെഗോവിച്ച് ഓഫ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, നോട്ട്സ് ഫ്രം പ്രിസൺ എന്നാണ് അതിൻ്റെ പേര്. അദ്ദേഹം ജയിലിൽ നിന്ന് എഴുതിയിട്ടുള്ള കുറിപ്പുകൾ. അതേക്കുറിച്ച് മുമ്പ് ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിലദ്ദേഹം വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ജനനം ഒരല്പം നേരത്തെ ആയിരുന്നെങ്കിൽ എന്നൊരു ആത്മകഥം അതിൽ കാണാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ജനനം നമ്മുടെ നിയന്ത്രണത്തിലോ തീരുമാനത്തിലോ അല്ലാത്ത ഒന്നാണ്. നിയന്ത്രിക്കാനും തീരുമാനിക്കാനും സാധിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ അവൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് പക്ഷേ അവൻ്റെ നിയന്ത്രണത്തിലല്ല. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ കാണണം. അപ്പോൾ ഇത് പറയുമ്പോൾ വിധിയെയും ഇച്ഛാസ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ള വലിയൊരു ചർച്ച അതിൽ വരുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങളിലേക്ക് തൽക്കാലം ഇവിടെ പോകുന്നില്ല. ഇവിടെ ഡെസ്റ്റിനിയുമായി ബന്ധപ്പെട്ട് ഇസത്ത് ബെഗോവിച്ച് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പരിശോധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഇതേക്കുറിച്ചുള്ള രണ്ട് ആത്യന്തിക കാഴ്ചപ്പാടുകളുണ്ട്. ഇവിടെയും ഇസ്ലാം നേരത്തെ സൂചിപ്പിച്ച ഒരു മിഡിൽ പാത്ത്, മധ്യമ മാർഗം തന്നെയാണ് സ്വീകരിക്കുന്നത് എന്ന് കാണാം. ചിലരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ നിയന്ത്രിക്കുന്ന യാതൊന്നുമില്ല. എന്നാൽ മറ്റു ചിലർ വാദിക്കുന്നത് എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ചിന്തകളും പോലും മറ്റേതോ ഒരു ശക്തിയുടെ നിയന്ത്രണത്തിലാണ്. മനുഷ്യന് യാതൊരു തരത്തിലുള്ള ഇച്ഛാ കർമ്മ സ്വാതന്ത്ര്യവുമില്ല. ഈ രണ്ട് വാദവും യഥാർത്ഥത്തിൽ
രണ്ട് തരത്തിലുള്ള ദർശനങ്ങളെ അംഗീകരിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതാണ്. മനുഷ്യൻ സർവത്ര സ്വതന്ത്രനാണെന്നും മനുഷ്യനെ നിയന്ത്രിക്കുന്ന മൂല്യങ്ങൾ പോലും അവൻ്റെ തന്നെ സൃഷ്ടിയാണെന്നുമുള്ള വാദമാണ് പൊതുവെ ഭൗതികവാദികൾ മുന്നോട്ട് വെച്ച് കാണാറുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ സാധ്യതയായി കാണുന്നവരുണ്ട്, പരിമിതിയായി കാണുന്നവരുമുണ്ട്. അസ്തിത്വവാദ ദർശനം അവതരിപ്പിക്കുമ്പോൾ ജാങ് പോൾ സാർത്ര അദ്ദേഹം പറയുന്ന വാക്യം മാൻ ഈസ് കണ്ടംഡ് ടു ബി ഫ്രീ എന്നാണ്. സ്വതന്ത്രനായിരിക്കാൻ ശപിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അപ്പോൾ മനുഷ്യൻ സർവത്ര സ്വതന്ത്രനാണ് എന്നുള്ളത് അദ്ദേഹം അംഗീകരിക്കുന്നു. എന്നാൽ ആ സ്വാതന്ത്ര്യം ഒരു ശാപമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. കാരണം എന്തെന്നാൽ ഒരു തരത്തിലുമുള്ള സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ മറ്റ് ഒന്നുമില്ലാതെ, പ്രോംപ്റ്ററോ മറ്റോ ഒന്നുമില്ലാതെ വേദിയിലേക്ക് എടുത്തെറിയപ്പെട്ട ഒരു അഭിനേതാവിനെ പോലെയാണ് മനുഷ്യൻ. പെട്ടെന്ന് സ്റ്റേജിലേക്ക് എത്തുന്നു, സ്ക്രിപ്റ്റില്ല, കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ട്. അത്തരത്തിലുള്ളൊരു നാടകം തന്നെയാണ് ജീവിതം എന്നുള്ള കാഴ്ചപ്പാട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ബിക്കോസ് വൺസ് ത്രോൺ ഇൻ ടു ദ വേൾഡ് ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ് ഹി ഡസ്. ഈ പറയുന്ന സംഗതി ശരിയാണ്. ഭൂമിയിലേക്കൊരിക്കൽ, ലോകത്തിലേക്കൊരിക്കൽ എടുത്തെറിയപ്പെട്ടാൽ, എടുത്തെറിയപ്പെടുക എന്ന ആശയത്തിൻ്റെ പിന്നിലുള്ള കുറേ വസ്തുതകളുണ്ട്. അതിലേക്കല്ല നമ്മൾ പോകുന്നത്. പക്ഷേ ഇതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉത്തരവാദിത്വം അവനുണ്ട്. ഇത് സ്വതന്ത്രമായൊരു ഇച്ഛാശക്തി, ഇച്ഛാസ്വാതന്ത്ര്യം എന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ചിന്തകന്മാർ പറയുന്നതെങ്കിൽ വിശുദ്ധ ഖുർആൻ ഡെസ്റ്റിനിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല പറയുന്നത്. ഇത് ഈ തത്വം അംഗീകരിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുമുള്ള അവൻ്റെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം അവനുണ്ട്. എന്നാൽ അതേസമയം തന്നെ ആ പ്രവർത്തന ഫലങ്ങൾ എന്ന് പറയുന്നത് അവൻ്റെ നിയന്ത്രണത്തിലല്ല താനും. അപ്പോൾ ഈ അർത്ഥത്തിലുള്ള ഒരു ഡെസ്റ്റിനിയെ ആക്സെപ്റ്റ് ചെയ്യുക, അതിനെ സ്വീകരിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ സുപ്രീം ആൻഡ് ഫൈനൽ ഐഡിയ എന്നാണ് ഇസത്ത് ബെഗോവിച്ച് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ മറ്റതിലൂടെയും സാർത്രനെ പോലുള്ളവരൊക്കെ ജീവിതത്തിനൊരു അർത്ഥമുണ്ടാക്കാൻ തന്നെയാണ് യത്നിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇറ്റ്സ് അപ് ടു യു ടു ഗിവ് ലൈഫ് എ മീനിങ്. ഈ ഒരു ആശയം ജീവിതത്തിനൊരർത്ഥം നൽകാൻ നിങ്ങളെ ബാധ്യസ്ഥനാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ബാധ്യതകളെ സംബന്ധിച്ച് പറയുമ്പോഴും അതെങ്ങനെയാണ്, അതിന് ഉപയുക്തമായിട്ടുള്ള മൂല്യങ്ങൾ എന്താണ്, അതെങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി വിഷയങ്ങളുണ്ട് എന്ന് കാണേണ്ടതാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിയന്ത്രണത്തിലല്ലാത്തൊരുപാട് കാര്യങ്ങളുണ്ട്. അതേസമയം മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവൻ്റെ ചിന്തകൾക്ക് പോലും അതിൻ്റേതായ ഫലങ്ങളുമുണ്ട്. എന്നാൽ കർമ്മം ചെയ്യുക, ചിന്തിക്കുക എന്നതൊക്കെ അവൻ്റെ ഉത്തരവാദിത്തമാണ്. അവൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അവൻ സ്വതന്ത്രനുമാണ്. ഇങ്ങനൊരു കാഴ്ചപ്പാടാണ് വിധിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഭൗതികവാദപരം, മതപരം, ഇസ്ലാമികം എന്ന് ഈ വീക്ഷണങ്ങളെ തരംതിരിച്ചാൽ ഭൗതികവാദപരമായിട്ടുള്ള ദർശനങ്ങൾ കൂടുതലായിട്ടും പൊതുവെ മനുഷ്യൻ ഇച്ഛാസ്വാതന്ത്ര്യം പൂർണ്ണമായ അർത്ഥത്തിലുള്ളവനാണ് എന്ന് വാദിക്കുമ്പോൾ, മറുഭാഗത്ത് മതപരമായിട്ടുള്ള വാദമുന്നയിക്കുന്നവർ പൂർണ്ണമായും മനുഷ്യൻ വിധിക്ക് കീഴ്പ്പെട്ടവനാണ് എന്നും വാദിക്കുന്നു. എന്നാൽ എല്ലാത്തിലും എന്നതുപോലെ ഇതിലും ഈ രണ്ട് ആത്യന്തികതകളെയും തള്ളിക്കളയുകയാണ് ഇസ്ലാം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ മനുഷ്യന് ഇച്ഛാപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് കർമ്മം ചെയ്യാൻ വേദഗ്രന്ഥം മനുഷ്യനോട് ആഹ്വാനം ചെയ്യുന്നത്. മനുഷ്യ ഇച്ഛയുടെ പരിവർത്തനശേഷി, പരിവർത്തനോന്മുഖത്വം, അതിനുവേണ്ടിയുള്ള ആഗ്രഹം മുതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഖുർആൻ ഒരിടത്ത് പറയുന്നു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാബി അൻഫുസിഹിം. ഒരു ജനത സ്വയം മാറണമെന്ന് തീരുമാനിക്കുമ്പോഴല്ലാതെ അവരെ അള്ളാഹു മാറ്റുന്നില്ല എന്നാണ്. അപ്പോൾ മാറ്റുക എന്നത് അള്ളാഹുവിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അത് പൂർണ്ണമായും ഇവരുടെ നിയന്ത്രണത്തിൽപ്പെട്ടതല്ല. അതേസമയം മാറാൻ തീരുമാനിക്കുക, മാറാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ജനതയുടെ ഉത്തരവാദിത്വവുമാണ്. അവിടെ മാറുക എന്ന ചിന്ത സാധ്യമാണ്, മാറാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും സാധ്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരുപാട് പരിവർത്തന ശ്രമങ്ങൾ അത് മനുഷ്യൻ്റെ ബാധ്യതയാണ്. അതിൽ പലതിലും അവൻ വിജയം കണ്ടെത്തുന്നുമുണ്ട്. എന്നാൽ ഈ ശ്രമങ്ങൾക്കും വിജയങ്ങൾക്കും എല്ലാം അപ്പുറവും പലതും അവൻ്റെ ഇച്ഛാശക്തിയിൽ നിന്ന് വഴുതി മാറുന്നുമുണ്ട്. ഇവിടെ ഈ സംഗതി വിശദീകരിക്കുമ്പോൾ
കാമുവിനെ ഉദ്ധരിക്കുന്നുണ്ട്, ആൽബർ കാമുവിനെ ഉദ്ധരിക്കുന്നുണ്ട് ഇസത്ത് ബെഗോവിച്ച് അദ്ദേഹത്തിൻ്റെ ലോമ റിവോൾത്തെ ദ റെബൽ എന്ന പുസ്തകത്തിൽ നിന്ന്. അതിൽ കാമു പറയുന്നത്, മാൻ ഈസ് ബൗണ്ട് ടു ഇംപ്രൂവ് എവറിത്തിങ് ദാറ്റ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്ത് മാറ്റാൻ സാധിക്കുന്ന സകലത്തിനെയും മാറ്റാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ് എന്നുള്ളതാണ്. മാറ്റാൻ സാധിക്കുന്ന സകലത്തിനെയും മാറ്റാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. പക്ഷെ അപ്പോഴും അവൻ്റെ ശ്രമങ്ങൾക്ക് പുറത്തു നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് എന്ന് കാമു തന്നെ പറയുന്നു. അദ്ദേഹം തന്നെ പറയുന്നത്, ദ മോസ്റ്റ് പെർഫെക്റ്റ് ഓഫ് സൊസൈറ്റീസ് എന്ന് പറയുന്നൊരവസ്ഥയിൽ പോലും ഒരുപക്ഷെ എന്നല്ല, കുഞ്ഞുങ്ങൾ അനീതിപൂർവകമായിട്ട് മരിക്കുക എന്നത് തുടരുക തന്നെ ചെയ്യും. അത് നമുക്ക് സങ്കല്പിക്കാവുന്നതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലോ അത്. അനീതിയുടെ ഇരകളാക്കപ്പെട്ട കുഞ്ഞുങ്ങൾ എന്നത് ഇതാണ് നമ്മളെപ്പോഴും വേദനിപ്പിക്കുന്ന ഘടകം. അതിൽ വേദനിക്കാത്ത മനുഷ്യരെയാണ് നമ്മൾ സാധാരണ ക്രൂരഹൃദയന്മാർ എന്നൊക്കെ പറയാറുള്ളത്. എന്നാൽ അതും തുടരുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ ഒരു പരിമിതി, ജീവിതത്തിൻ്റെ ഒരു പരിമിതി, അതുമായി കൂടി ബന്ധപ്പെടുത്തിയിട്ടാണ് ഡെസ്റ്റിനി എന്ന തൻ്റെ ആശയത്തിലേക്ക് കാമുവിനെ ഇസത്ത് ബെഗോവിച്ച് ചേർത്ത് വെക്കുന്നത് എന്ന് കാണാം. പ്ലേറ്റോയുടെ ഒരു സിദ്ധാന്തമനുസരിച്ച് അദ്ദേഹം പറയുന്നത്, പൂർണ്ണ സത്യം, പൂർണ്ണ നീതി, പൂർണ്ണ സൗന്ദര്യം, ഇതാണ് മനുഷ്യൻ തേടുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ പ്ലേറ്റോ പറയുന്നത് അത് ഈ ലോകത്ത് മനുഷ്യന് സാധ്യമല്ല എന്നുള്ളതാണ്. ഈ ലോകത്ത് അത് അനുഭവിക്കാൻ സാധിക്കുകയില്ല. പൂർണ്ണ സത്യം, പൂർണ്ണ നീതി, പൂർണ്ണ സൗന്ദര്യം മനുഷ്യൻ തേടേണ്ടത് ഇതാണ്. ഇത് സാധ്യമാകുന്നതിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇത് ഫലമില്ലാത്തൊരു പ്രവൃത്തിയായി മാറിപ്പോകുമോ? അവിടെയാണ് ലോകത്തെയും ജീവിതത്തെയും സംബന്ധിച്ച വളരെ വിശാലമായൊരു വീക്ഷണം, നമ്മുടെ ഐഹികമായിട്ടുള്ള പരിമിതികൾക്ക് അപ്പുറത്തുള്ളൊരു വീക്ഷണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്നുകൂടി കാണേണ്ടതാണ്. മനുഷ്യന് പൂർണ്ണ സത്യം സാക്ഷാത്കരിക്കാൻ സാധിക്കും. പൂർണ്ണ സത്യത്തിൻ്റെ സാക്ഷാത്കാരം, പൂർണ്ണ നീതിയുടെ ആവിഷ്കാരം, പൂർണ്ണ സൗന്ദര്യത്തിൻ്റെ ആസ്വാദനം, ഇതെല്ലാം മനുഷ്യൻ അനുഭവിക്കാൻ സാധിക്കും. മനുഷ്യന് സാധ്യമാണ്, സാധ്യമാവണം. അതേസമയം ജീവിതമെന്ന് പറയുന്നത് ഐഹികമായ പരിമിതികൾക്കകത്ത് മാത്രമാണ് എന്ന് കരുതരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിനെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പൂർണ്ണതയിലേക്കുള്ള പ്രയാണം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യൻ്റെ കർമ്മസ്വാതന്ത്ര്യത്തെയും ഇച്ഛാസ്വാതന്ത്ര്യത്തെയും അതേസമയം തന്നെ വിധിയെയും വളരെ കൃത്യമായിട്ട് ഇസ്ലാം യോജിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. എന്നിരുന്നാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലതും നമ്മളറിയാതെ ബാധിക്കുന്നുമുണ്ട്, നമ്മുടെ എല്ലാ നിയന്ത്രണങ്ങൾക്കപ്പുറം. ഓരോ വ്യക്തിയുടെയും പ്രവർത്തനങ്ങൾ പോലും ഇതര വ്യക്തികളെയും സമൂഹത്തെ മൊത്തമായി തന്നെയും ബാധിക്കുന്നുണ്ട്. ഇതാണ് വസ്തുത. ഓരോ വ്യക്തിയുടെയും പ്രവർത്തനങ്ങൾ തന്നെയും ഇതര വ്യക്തികളെയും സമൂഹത്തെ മൊത്തത്തിലും ബാധിക്കുന്നുണ്ട്. ഇതും ഡെസ്റ്റിനി എന്ന യാഥാർത്ഥ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഡെസ്റ്റിനിയുടെ സ്വീകാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരിടുന്ന ദുരനുഭവങ്ങളെപ്പോലും വലിയ സാധ്യതകളാക്കി പരിവർത്തിപ്പിക്കും എന്നാണ് ഇസത്ത് ബെഗോവിച്ച് സ്ഥാപിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, റെക്കഗ്നീഷൻ ഓഫ് ഡെസ്റ്റിനി ഈസ് എ മൂവിങ് റിപ്ലൈ ടു ദ ഗ്രേറ്റ് ഹ്യൂമൻ തീം ഓഫ് ഇൻഎവിറ്റബിൾ സഫറിങ്. മനുഷ്യജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ക്ലേശങ്ങൾക്കുള്ള ഒരു മൂവിങ് റിപ്ലൈ ആണ് റെക്കഗ്നീഷൻ ഓഫ് ഡെസ്റ്റിനി. ഡെസ്റ്റിനിയെ തിരിച്ചറിയുക എന്നത്, ഈ ഡെസ്റ്റിനിയെ തിരിച്ചറിയുക, അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു മൂവിങ് റിപ്ലൈ, മനസ്സിളക്കുന്ന അല്ലെങ്കിൽ ദയാർദ്രമായ ഒരു മറുവചനമാണ്. മനുഷ്യ ജീവിതത്തിലെ അനിവാര്യമായിട്ടുള്ള ക്ലേശങ്ങൾ എന്നതിന്, ക്ലേശത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, ക്ലേശങ്ങളിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ ക്ലേശങ്ങളെ അതിവർത്തിക്കുക എന്നുള്ളതാണ് അവൻ്റെ ദൗത്യവും. പലപ്പോഴും മനുഷ്യൻ്റെ പരിമിതികളെ സംബന്ധിച്ച് തന്നെ ചിന്തിക്കണം. അനുവർത്തനങ്ങളിലൂടെയും അനുകൂലനങ്ങളിലൂടെയുമാണ് ജീവിവർഗങ്ങളെല്ലാം അതിജീവനം ഉറപ്പുവരുത്തുന്നത് എന്നാണല്ലോ ശാസ്ത്രം പറയുന്നത്. അത് ശരിയായിരിക്കെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജൈവ പരിണാമത്തിലെ ഏറ്റവും പുരോഗമിച്ച മനുഷ്യന് ഈ അർത്ഥത്തിലുള്ള അനുകൂലനങ്ങൾ പോലും പ്രകൃതിയാ ലഭ്യമല്ല. അവനാകട്ടെ പലതിനോടും ഏറ്റുമുട്ടേണ്ടിയും വരുന്നു. അപ്പോൾ ആ ഏറ്റുമുട്ടലുകളിലൂടെ അവൻ ജീവിതത്തെ തന്നെ അതിവർത്തിക്കുകയാണ് ചെയ്യുന്നത്, അതിജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലേശങ്ങളിലൂടെ മുന്നോട്ട് പോവുക, എന്നാൽ അതിനെ അതിവർത്തിക്കാനുള്ള ശേഷി നേടുക, ഈ ഒരു ശേഷിയും കൂടിയാണ് ഡെസ്റ്റിനിയുടെ സ്വീകാര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. വീണ്ടും അദ്ദേഹം പറയുന്നു, ഇറ്റ് ഈസ് ദ റെക്കഗ്നീഷൻ ഓഫ് ലൈഫ് ആസ് ഇറ്റ് ഈസ്. ജീവിതത്തെ അപ്പടി അംഗീകരിക്കലാണ് ഡെസ്റ്റിനിയെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അർത്ഥം. ജീവിതത്തെ അപ്പടി അംഗീകരിക്കുക, പരിവർത്തിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും
അതെന്താണ് യഥാർത്ഥത്തിൽ എന്ന ഒരു ചിന്തയുണ്ടാവുക. അതിനേക്കാൾ കവിഞ്ഞ ഏതെങ്കിലും ഒരു ചിന്ത വെച്ച് പുലർത്തുമ്പോഴും എന്നാൽ അതിൽ യാതൊരു പ്രതീക്ഷയും വെച്ച് പുലർത്താതിരിക്കുമ്പോഴും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. യാഥാർത്ഥ്യബോധമുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണല്ലോ. വീണ്ടും അദ്ദേഹം ഡെസ്റ്റിനിയുടെ സ്വീകാര്യത്തെപ്പറ്റി പറയുന്നത് എ കോൺഷ്യസ് ഡെസിഷൻ ടു ബെയർ ആൻഡ് എൻജോർ, വെളിപ്പെടുത്താനും സഹിക്കാനുമുള്ള ബോധപൂർവകമായ സബോധകമായ തീരുമാനമാണ്. സബോധകമായ തീരുമാനം. ഇവിടെ എല്ലാം തന്നെ ഡെസ്റ്റിനി എന്നൊരു യാഥാർത്ഥ്യത്തെ വിശദീകരിക്കുമ്പോൾ മനുഷ്യൻ്റെ സ്വീകാരം, മനുഷ്യൻ്റെ നിർണയം, മനുഷ്യൻ്റെ ബോധം മുതലായിട്ടുള്ള സംഗതികളും കൂടി അംഗീകരിക്കപ്പെടുന്നു എന്നാണ് കാണേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിധിയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ദൈവാർപ്പണത്തിനുള്ള സബോധക തീരുമാനമായി തന്നെ മാറുന്നു. അതാണ് ഡെസ്റ്റിനി. എമേഴ്സനെ ഉദ്ധരിച്ചുകൊണ്ട് ഇസത്ത് ബെഗോവിച്ച് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഭീരുത്വമല്ല എന്ന് തന്നെയുമല്ല. എമേഴ്സൺ പറയുന്നത് ഓൾ ഹീറോയിക് റേസസ് ഹാവ് ബിലീവ്ഡ് ഇൻ ഡെസ്റ്റിനി. എല്ലാ വീരസമൂഹങ്ങളും ഡെസ്റ്റിനിയിൽ വിശ്വസിച്ചിരുന്നു എന്നാണ്. ഡെസ്റ്റിനിയെ അവലംബിച്ചുകൊണ്ടല്ലാതെ വീരത്വം പ്രകടിപ്പിക്കാൻ പോലും ആർക്കും സാധിച്ചിട്ടില്ല. അതിജീവനം സാധ്യമാക്കുവാൻ, ലോകത്തെ പരിവർത്തിപ്പിക്കുവാൻ അല്ലെങ്കിൽ ജയിച്ചടക്കുവാൻ പല വിഭാഗങ്ങൾക്കും സാധിച്ചതുപോലും ഈ ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു അവലംബത്തിൽ നിന്നുകൊണ്ടാണ് എന്നാണ് എമേഴ്സൺ പറയുന്നത്. അതേസമയം തന്നെ അതിനോട് ചേർത്തുകൊണ്ട് വായിക്കാവുന്ന എമേഴ്സൻ്റെ മറ്റൊരു വചനമുണ്ട്. അദ്ദേഹവും ഈ പറയുന്നത് പോലെ ഇതിലുള്ള ആ ഒരു മിഡിൽ പാത്ത്, ആ ഒരു മധ്യമമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഒരു ഉദാഹരണം റാൽഫ് വാൽഡോ എമേഴ്സൻ്റെ മറ്റൊരു വചനം. ദ ഓൺലി പേഴ്സൺ യു ആർ ഡെസ്റ്റൈൻഡ് ടു ബിക്കം ഈസ് ദ പേഴ്സൺ യു ഡിസൈഡ് ടു ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളിൽ തന്നെ തീരുമാനിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അതുതന്നെയാണ് നിങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയും എന്നൊരു വചനവും കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന വളരെ സന്തുലിതമായിട്ടുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ് വിധിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനുള്ളത് എന്ന് തിരിച്ചറിയാനാണ് നമുക്ക് സാധിക്കുക. തിക്തയാഥാർത്ഥ്യങ്ങളുടെ ബോധപൂർവമായ അംഗീകാരവും കൂടിയാവും അത്. അങ്ങനെയാണ് ഡെസ്റ്റിനിയുമായി ബന്ധപ്പെട്ട സബ്മിഷനെ ഇസത്ത് ബെഗോവിച്ച് വിശേഷിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറയുന്നു, അത് ഈ പറയുന്ന റെക്കഗ്നീഷൻ, അംഗീകാരമെന്ന് പറയുന്നത്, സ്വീകാരമെന്ന് പറയുന്നത് ഇമ്പോർട്ടൻസിൻ്റെയും ഇൻസെക്യൂരിറ്റിയുടെയും, നമ്മുടെ ഒരു ഉൽപ്പാദനശേഷി ഇല്ലായ്മയുടെയും നമ്മുടെ തന്നെ ഇൻസെക്യൂരിറ്റിയുടെയും ബോധപൂർവമായ തീരുമാനമെന്ന് പറയുന്നത് അത് സബ്മിഷൻ ടു ഗോഡിലൂടെ, ദൈവാർപ്പണത്തിലൂടെ എന്തായി മാറുന്നു എന്ന് വെച്ചാൽ ബിക്കംസ് എ ന്യൂ പൊട്ടൻസി ആൻഡ് എ ന്യൂ സെക്യൂരിറ്റി. അത് പുതിയ ഒരു ഉൽപ്പാദനക്ഷമതയായിട്ട് മാറുന്നു, പുതിയ ഒരു സുരക്ഷയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഉൽപ്പാദനക്ഷമതയില്ലായ്മ പുതിയ ഒരു ഉൽപ്പാദനക്ഷമതയായിട്ട് മാറുന്നു, സുരക്ഷയില്ലായ്മ പുതിയ ഒരു സുരക്ഷയായിട്ട് മാറുന്നു, പുതിയ ഒരു അവലംബം കണ്ടെത്താൻ സാധിക്കുന്നു ഈ പറയുന്ന സബ്മിഷൻ ടു ഗോഡ് എന്ന് പറയുന്ന ഒരാശയത്തിലൂടെ. ഒരിക്കലും ഇത് ഒരടക്കിയിരുത്തലോ നിഷ്ക്രിയമാക്കലോ അല്ല എന്നും ഇസത്ത് ബെഗോവിച്ച് ചൂണ്ടിക്കാണിക്കുന്നു. ഈ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. ഇതൊരു ഷാലോ ഓപ്റ്റിമിസം അല്ല, അതല്ല ഡെസ്റ്റിനി, അതൊരു പൊള്ളയായ ശുഭാപ്തി വിശ്വാസമല്ല. മറിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഇമ്പോർട്ടൻസ്, ഇൻസെക്യൂരിറ്റി ഇതൊക്കെ അംഗീകരിച്ച് അതൊക്കെ ദൈവവിധിയാണെന്നോർത്ത് ഒരു ഭാഗത്ത് മിണ്ടാതിരിക്കണം, നിഷ്ക്രിയരായിട്ടിരിക്കണം എന്നതല്ല ഇവിടെ പറയുന്നത്. മറിച്ച് ദൈവാർപ്പണം ചെയ്തുകൊണ്ട് അവസ്ഥയുടെ പരിവർത്തനത്തിനായി നിരന്തരം പരിശ്രമിക്കണം എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ ഈ പുസ്തകം, അതിലൂടെ വിശദീകരിക്കപ്പെടുന്ന ഇസ്ലാമിക ആശയം, അത് പ്രവർത്തനത്തിനുള്ള ആഹ്വാനമായിട്ട് മാറുന്നു, അത് പരിവർത്തനത്തിനുള്ള ഒരു വിളംബരമായിട്ട് മാറുന്നു. ആ ഒരാശയമാണ് ഈ പുസ്തകത്തിലൂടെ ഇസത്ത് ബെഗോവിച്ച് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് എന്നും കാണാൻ സാധിക്കുന്നതാണ്. പുസ്തകത്തെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ഇൻഷാ അല്ലാഹ് തുടരും. എല്ലാവർക്കും നന്ദി. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.